ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗം തുറക്കപ്പെടട്ടെ. ദൈവപിതാവേ, നിൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനത്തിൻ്റെ പര്യായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ചിന്തയിൽ പ്രവൃത്തിയിൽ ദൈവീക ജ്ഞാനം വെളിപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 10-11 വചനങ്ങൾ പറയുന്നു, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും. നിൻ്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. നിൻ്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പൊതുവേ നമ്മൾ മനുഷ്യൻ്റെ ആയുസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഏജ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബൈബിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ആയുസ്സായിരുന്നു. അവർ 300 വർഷം 500 വർഷമൊക്കെ ജീവിക്കുന്നു. പിന്നെ കുറേ കാലം കൂടി കഴിയുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരുന്നു. ഒരു 150 വർഷത്തിലേക്ക് എത്തുന്നു, 125 എത്തുന്നു, 100 എത്തുന്നു. അങ്ങനെ ഒരു ആവറേജ് ഒരു 100 എന്നൊക്കെ നമ്മുടെ ബൈബിളൊക്കെ ഒരു നിജപ്പെടുത്തി ഇങ്ങനെ പോകുന്നു. നമ്മുടെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പയ്യെ നോക്കിത്തുള്ളുമ്പോൾ ഈ 100 എന്നുള്ളത് 90, 80, 70 ഇന്നൊക്കെ ഒരു 60 എത്തി നിൽക്കുന്നു. അപ്പോൾ ഇനി എത്ര കാലം മുമ്പോട്ട് ജീവിക്കുന്നു നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല. കാരണം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം അവസാനിക്കുന്നവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നതാണ്. ഒരു നഗ്നമായ സത്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാണ്. 100% ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, നാളെ ഞാൻ മരിക്കും എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. ഇതാണ് 100% നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു കാര്യം. ടൈം ഓരോ സെക്കൻഡും മുമ്പോട്ട് പോകുന്നത് എൻ്റെ മരണത്തിനോട് അടുക്കുന്ന ഓരോ സെക്കൻഡുമാണ് ആണ് സമയം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. സുഭാഷിതങ്ങൾ 9:10, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും. നിൻ്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. ദൈവഭക്തിയാണ്. അപ്പം നമ്മുടെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരാൻ, നമ്മുടെ ദിനങ്ങൾ പെരുകാനായിട്ട് ദൈവം തരുന്നൊരു കാര്യമാണ് ജ്ഞാനം എന്ന് പറയുന്ന സാധനം. ജ്ഞാനം, വിസ്ഡം എന്നൊക്കെ പറയും. ഈ അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടിട്ടുണ്ട്, ജ്ഞാനം നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, നിൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം അയച്ചു തരണമേ, അവൾ എന്നോടുകൂടെ വസിക്കുകയും എനിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജ്ഞാനത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി കിങ് സോളമൻ പ്രാർത്ഥിച്ചിരുന്നത് ജ്ഞാനം നിറയാൻ വേണ്ടിയാണ്. കാരണം ചോദിക്കാവുന്നതിൽ ഏറ്റവും വലിയ ദാനമാണ് ജ്ഞാനം, ഏറ്റവും വലിയ കൃപയാണ് ജ്ഞാനം. ഇപ്പോൾ സോളമൻ പറയുന്നുണ്ട്, ദൈവം എനിക്ക് ജ്ഞാനം തരണേ. ഇപ്പോൾ സോളമൻ ഇത് ചോദിച്ചുകൊണ്ട് സോളമന് ദൈവം കൊടുക്കുന്ന കാര്യം ജ്ഞാനത്തോടു കൂടി സകലതും സോളമന് അനുഗ്രഹമായി കൊടുക്കുകയാണ്. കാരണം ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, ജ്ഞാനം നിറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സകല അനുഗ്രഹങ്ങളും ദൈവം വാരി കോരി തരും. അപ്പോൾ ശരിക്കും എന്താണ് ജ്ഞാനം? അല്ല, അറിവിൽ നിന്ന് എങ്ങനെയാണ് ജ്ഞാനത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? അറിവിന് നോളജ് എന്നാണ് പറയുന്നത്, ജ്ഞാനത്തിന് വിസ്റ്റം എന്നാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്റ്റം?
നമ്മളിപ്പോൾ ചെറുപ്പകാലം തൊട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ കാണുന്ന വഴി, കേൾക്കുന്ന വഴി, സംസാരിക്കുന്ന വഴി, ഇടപെടുന്ന വഴി, സ്പർശിക്കുന്ന വഴി ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ KG ലെവലിൽ, LP ലെവലിൽ, UP ലെവലിൽ, ഹൈസ്കൂൾ ലെവലിൽ, ഹയർ സെക്കൻഡറി ലെവലിൽ, ഡിഗ്രി ലെവലിൽ, PG ലെവലിലൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയ്ക്കകത്തോട്ട് ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ സമ്പാദിച്ച് ഇങ്ങനെ കൂട്ടുന്നുണ്ട്. വായനയിലൂടെ, കേൾവിയിലൂടെ, കാണലിലൂടെയൊക്കെ നമുക്ക് ഒത്തിരിയേറെ അറിവ് നമ്മുടെ തലയ്ക്കകത്ത് കയറുന്നുണ്ട്. പക്ഷേ ഈ അറിയുന്ന അറിവുകൾ നന്മയാണോ തിന്മയാണോ എന്ന തിരിച്ചറിവ്, അതിന് പറയുന്ന പേരാണ് ജ്ഞാനം. ആ തിരിച്ചറിവോടുകൂടി തന്നെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ആ എബിലിറ്റിക്ക് വിസ്ഡം എന്ന് പറയും, ജ്ഞാനമെന്ന് പറയും. അതുകൊണ്ടാണ് സോളമൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഈ ജനത്തെ ഭരിക്കാൻ തക്കവണ്ണം നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ജ്ഞാനം എനിക്ക് തരണമേ. ജനത്തെ ഭരിക്കാൻ കഴിയുക എന്നുള്ള ഒരു കഴിവിന് വേണ്ടിയാണ് സോളമൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ കഴിവ് ഇങ്ങനെയായിരിക്കണം, അത് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ജ്ഞാനം കൊണ്ടുള്ള കഴിവായിരിക്കണം. അതാണ് ജ്ഞാനം, ഈ നന്മ തിന്മകളെ തിരിച്ചറിയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നു ഇവിടെ, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർ. ഇപ്പുറത്ത് ഒരു ഗ്ലാസ് ആസിഡ് വെച്ചിരിക്കുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആസിഡ്. ഈ റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ കെമിസ്ട്രി ലാബിലൊക്കെ പ്രാക്ടീസ് ചെയ്തവർക്കൊക്കെ അറിയാം. അതായത് ഈ ആസിഡിൻ്റെ നിറവും വെള്ളത്തിൻ്റെ നിറം തന്നെയാണ്. കാരണം അത് കളർലെസ് ആണ്. അപ്പം ആസിഡിൻ്റെ നിറവും വെള്ളത്തിൻ്റെ നിറം തന്നെയാണ്. അപ്പം ഒരു വെള്ളം വെച്ചിരിക്കുന്നു, ആസിഡ് വെച്ചിരിക്കുന്നു, വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നു, ആസിഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഈ വെള്ളം എന്താണ്, ആസിഡ് എന്താണ് എന്ന് തിരിച്ചറിയാത്തൊരു വ്യക്തി ദാഹിച്ച് വലഞ്ഞു കയറി വരുമ്പോൾ ആസിഡ് എടുത്ത് കുടിച്ചെന്നിരിക്കാം. ശരിയല്ല, ഇത് തിരിച്ചറിയത്തില്ല. ആസിഡ് എന്താണ്, വെള്ളം എന്താണ്, വെള്ളത്തിൻ്റെ നന്മ എന്താണ്, ആസിഡിൻ്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയത്തില്ല. അല്ലെ വെള്ളത്തിൻ്റെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഒന്നും തിരിച്ചറിയാത്ത ഒരാൾ ആസിഡും എടുത്ത് കുടിക്കും. അങ്ങനെ ആസിഡ് അറിയാതെയാണ് കുടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ വായും തൊണ്ടയൊന്നും പൊള്ളാതിരിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി ആസിഡിൻ്റെ സ്വഭാവം എന്നുള്ളത് പൊള്ളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അത് പൊള്ളും. ഇതുപോലാണ് ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട്, ഇത് ഞാൻ അറിയാതെയാണ് ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അറിയാതെയാണ് ചെയ്തത്. ഇനി അറിവില്ലാത്ത കാലത്താണ് ഇത് ചെയ്തിരുന്നത് എന്ന് പറയും ചിലർ. അതുകൊണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ പാപത്തിന് മോചനം എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്തതിന് കാരണം അവിടെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു കുഴിയെടുക്കുന്നത് തെറ്റാണ് എന്ന് കരുതിക്കോ. ഫോർ എക്സാമ്പിളാണ്. അപ്പം ഞാനൊരു 10-20 കുഴിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറിവ് വെച്ചത്, അല്ലെങ്കിൽ എനിക്ക് ബോധം വന്നത് ഈ കുഴിയെടുക്കുന്നത് തെറ്റാണെന്ന്. ഞാൻ ഒരു കുമ്പസാരിക്കാൻ പോയി, ഞാനിങ്ങനെ കുമ്പസാരത്തിലൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ കുഴിയെടുക്കുന്നില്ല. ഞാൻ തീരുമാനം എടുത്ത് ഇനി മുമ്പോട്ട് ഞാൻ കുഴിയെടുക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്ന ഇതാണ്, എടുത്ത 20 കുഴി നീ എന്ത് ചെയ്യും? എടുത്ത 20 കുഴിക്ക് നീ എന്ത് ചെയ്യും? അതിന് ഒരു പേര് പറയും, പാപകടം എന്ന് പറയും. അവിടെ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ, സിറോ മലബാർ കുർബാനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കടങ്ങളുടെ പുറത്തേക്ക് പാപത്തിൻ്റെ മോചനത്തിന് കാരണമാവട്ടെ. ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന എൻ്റെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ ഈ കടങ്ങളുടെ പുറത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. ഒത്തിരി പ്രാർത്ഥിക്കണം. കടങ്ങളുടെ പൊറുതി നമുക്ക് കിട്ടണം. കാരണം ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുടെ എല്ലാം കടത്തിന് ഒരു പൊറുതി നമുക്ക് കിട്ടണം, മാപ്പ് നമുക്ക് കിട്ടണം. ചില മാറാതെ നിൽക്കുന്ന തടസ്സങ്ങൾ, അതിനൊക്കെ കാരണം ഇതാണ്. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം, അല്ല ഒരു സ്ഥലവിൽപ്പന നടക്കാത്തതിന് കാരണം, കുഞ്ഞുങ്ങൾ ജനിക്കാത്തതിന് കാരണം, ഒരു കുടുംബം ഒരു അഭിവൃദ്ധി പ്രാപിക്കാത്തതിന് കാരണം, ജോലി കിട്ടാത്തതിന് കാരണം, വിവാഹം നടക്കാത്തതിന് കാരണം, എല്ലാം ചില കടങ്ങളുടെ പൊറുതി അവിടെ ആവശ്യമാണ്. അവിടെ നമ്മൾ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ത്യാഗങ്ങൾ എടുക്കണം, നന്മകൾ ചെയ്യണം. അതുകൊണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അനാഥാലയങ്ങളിലൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, ആഹാരം വാങ്ങിച്ചു കൊടുക്കും, ചില നന്മകളൊക്കെ ചെയ്യും. ഇതുപോലെ തന്നെ ഓരോ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന ത്യാഗങ്ങൾ എടുത്ത് കടങ്ങളുടെ പൊറുതി കിട്ടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈശോയൊക്കെ നാവിൽ വെച്ചിട്ട് പറയുന്ന, കർത്താവേ നീ എൻ്റെ കടങ്ങൾ നീ പുറത്തു തരണേ, എൻ്റെ കടങ്ങൾ നീ പുറത്തു തരണേ,
എൻ്റെ ജീവിത പങ്കാളിയുടെ കടം നീ പുറത്തു തരണേ, എൻ്റെ മാതാപിതാക്കളുടെ കടങ്ങൾ നീ പുറത്തു തരണേ. ഭയങ്കര അനുഗ്രഹമായിരിക്കും കുടുംബത്തിന്. അതും ഒരു തിരിച്ചറിവാണ്. അതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കിട്ടിയെങ്കിലേ നമ്മളത് ചെയ്യത്തുള്ളൂ. തിരിച്ചറിവാണ്. അതാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനം എന്ന് വെച്ചാൽ ഈ വാട്ടർ എന്താണ്, ആസിഡ് എന്താണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അത് തിരിച്ചറിയാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതിനാണ് ദൈവം നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. സുഭാഷിതങ്ങൾ 9:10 ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഇംഗ്ലീഷിലൊക്കെ ആ വചനം പറയുന്നത് എങ്ങനെയാണ്? ദ ഫിയർ ഓഫ് ലോഡ് ഈസ് എ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവത്തോടുള്ള ഒരു ഭയമാണ് ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടം. എന്നുവെച്ചാൽ ഇങ്ങനെ പേടിച്ച് അരണ്ട് ഭയന്ന് ഒരു ആശ്വാസം കിട്ടാതെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് കൺസേൺ. ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭക്തി എന്നൊക്കെ പറയുന്നത് എൻ്റെ പൊന്നു കർത്താവിനെ ഞാൻ മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് അങ്ങോട്ട് സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റും കർത്താവിന് അഗെയിൻസ്റ്റ് നമ്മൾ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ കർത്താവ് വാരിക്കോരി തരുന്ന ഒരു സാധനമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. വാരിക്കോരി തരുമത്. ഇനി പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. നോളജ് ഓഫ് ദ ഹോളി വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. നോളജ് ഓഫ് ദ ഹോളി വൺ, പരിശുദ്ധനെ അറിയുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കണമെങ്കിൽ മുകളിലുള്ളവനെ ആദ്യം മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദ നോളജ് ഓഫ് ഹോളി വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ മുകളിലിരിക്കുന്നവനെ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അവനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞേ പറ്റത്തുള്ളൂ. യേശുവിനെ അറിയുക എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവത്തെ അറിയുക എന്നുള്ളത് അല്ലേ. ഒരു വ്യക്തിയെ ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത്. യേശുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ ഞാൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകും. ജീവിത പങ്കാളിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കും, മക്കളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും, മാതാപിതാക്കളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ അഡ്ജസ്റ്റ് ചെയ്യും, നാളെ കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. കാരണം മനുഷ്യന് എനിക്കുമുണ്ട് വിചാരങ്ങളും വികാരങ്ങളും ദേഷ്യവും അരിശവും കോപവും ഒക്കെ എനിക്കും ഉണ്ടാകാം. ഞാനും മനുഷ്യന്. ചിലപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് മുമ്പ് അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, ഇതിങ്ങനെയാണ് മനസ്സിലാക്കാം. ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവം വാട്സപ്പിൽ ഇങ്ങനെ വായിച്ച് കേട്ടു. അതായത് ഒരു വൈഫ്, ആ വൈഫിൻ്റെ അമ്മായിയമ്മ ഭയങ്കരമായിട്ട് ഇതിനെ ചീത്ത പറയും. ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ചീത്ത പറയുന്ന സ്വഭാവം മാറ്റാൻ വേണ്ടി ഈ മോള് ഈ അമ്മയും കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി. അപ്പോൾ സൈക്കാട്രിസ്റ്റ് ഇങ്ങനെ എല്ലാം പരിശോധിച്ചിട്ട് കുറേ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇനി അതങ്ങനെ ഉണ്ടാവത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പം മരുന്ന് കഴിച്ചൊരു 2-3 ആഴ്ച കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചീത്ത പറയാൻ തുടങ്ങി. അതിന് വീണ്ടും സൈക്കാട്രിസ്റ്റിൻ്റെ കൊടുത്തു പോയി. അപ്പോൾ അടുത്ത് വേറൊരു മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയുകയാണ് ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങനെ പറയത്തില്ല. അതിന് ആ മരുന്ന് കഴിച്ച് കുറച്ച് നാൾ പറയാതിരുന്നു, വീണ്ടും പറഞ്ഞു. അങ്ങനെ 4-5 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈക്കാട്രിസ്റ്റ് ഈ വ്യക്തിയോട് പറയുകയാണ്, ഈ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ അമ്മായിയമ്മ ഇങ്ങനെയാണ് കേട്ടോ, ചീത്ത പറയുന്നതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാദ്യം ചെയ്താൽ മതിയായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യക്തി അങ്ങനെയാണ്, എന്നാ ചെയ്യാൻ പറ്റും? അതിനൊരു മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല. കാരണം അതിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്, അതിനെ കിട്ടിയ ഇതനുസരിച്ച് അത് അങ്ങനെയാണ് അത് മോൾഡായി വന്നിരിക്കുന്നത്. അത് ഇന്ന് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതങ്ങനെ ആണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിത പങ്കാളിയുടെ ആ സ്വഭാവത്തോടു കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, മക്കളുടെ ആ സ്വഭാവത്തോടു കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. അത് പരിശുദ്ധനായവനെ അറിയുന്നതിലൂടെയാണ് ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേച്ചർ ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നോളജ് ഓഫ് ദ ഹോളി വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ബൈബിളിൽ ഇങ്ങനെ പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഇറ്റ്സ് നോട്ട്, അത് അറിവിലും ഉപരി അത് മനസ്സിലാക്കലാണ്. ഇനി ഇംഗ്ലീഷ് ബൈബിളിൽ വീണ്ടും ആ വചനം പോകുന്നത് എങ്ങനെയാണ്? ത്രൂ ദ വിസ്ഡം യുവർ ഡേയ്സ് വിൽ ബി മെനി ആൻഡ് ഇയേഴ്സ് വിൽ ബി ആഡഡ് ടു യുവർ ലൈഫ്. അതായത് ആ ജ്ഞാനം നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും. ജ്ഞാനം നിമിത്തം, ത്രൂ ദ വിസ്ഡം, ആ ജ്ഞാനത്തിലൂടെ മാത്രമേ ആ ദിനങ്ങൾ പെരുകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടമാണ്. ദിസ് ഈസ് അവർ പ്രൈമറി നീഡ്. ഓക്കെ, ദിസ് ഈസ് അവർ പ്രൈമറി നീഡ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇനി ഞാൻ എന്ത് ആഹാരിക്കണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് കഴിക്കണം,
എൻ്റെ ശരീരത്തിന് എന്താണ് നല്ലത്, എന്ത് ഞാൻ കഴിക്കരുത്, ഇന്ന കാര്യങ്ങൾ കഴിച്ചാൽ എൻ്റെ ശരീരത്തിന് ചീത്തയാണ്, ഇന്നത് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ് എന്നൊക്കെയുള്ള ഒരു ജ്ഞാനം എനിക്കുണ്ടാവണം. അല്ലാതെ കണ്ണി കണ്ടത് മുഴുവൻ വലിച്ചു വാരി കഴിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് വിസ്ഡം. അത് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. എന്ത് കിട്ടിയാലും തിന്നും. പന്നിയുടെ ജന്മങ്ങളാണെന്ന് പറയും. എന്ത് കിട്ടിയാലും തിന്നും. ഞാനൊരു ദിവസം പന്നി വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പന്നിയെ തല്ലി കൊല്ലുവാണ്. കൊന്നിട്ട് അതിനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു കാലിൻ്റെ കുളമ്പ് 4 വെട്ടി വേറൊരു പന്നിക്ക് ഇട്ടപ്പോൾ അതും തിന്നുന്നു. ആ പന്നിക്ക് അറിയത്തില്ല അത് അതിൻ്റെ തന്നെ വേറൊരു സാധനത്തിൻ്റെ കുളമ്പാണ്. കാരണം ഇതുപോലെയാണെന്നാണ് പറയുന്നത്. എന്ത് കിട്ടിയാലും തിന്നും. ചിലരിങ്ങനെ തവളയുടെ ജന്മമാണെന്ന് പറയും. തവള ഇങ്ങനെ തിന്ന് വയറ് പൊട്ടിയാൽ മരിച്ചു പോകും. അതുപോലെ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. വറുത്തത്, പൊരിച്ചത്, അത് ഇത് പറഞ്ഞു. എന്നിട്ട് ഈ തിന്നുന്നതിൻ്റെ ഇരട്ടി കൊണ്ട് ഹോസ്പിറ്റലിൽ കളയും. അതിൻ്റെ 100 ഇരട്ടി മരുന്ന് കഴിക്കും. ഇവിടെ 1 കൗണ്ട് ആഹാരം കഴിച്ചാൽ 10 കൗണ്ട് മരുന്ന് കഴിക്കും. ഒരു ദിവസം ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ ഒരു അങ്കിള് ഒരു ബിഷോപ്പർ നിറച്ച് മരുന്ന് വാങ്ങിക്കുന്നു. ഞാൻ ചോദിച്ചു, 1 വർഷത്തേക്കുള്ള മരുന്നാണോ കുടുംബത്തിന് മൊത്തം? അല്ല, എനിക്ക് ഒരാഴ്ച കഴിക്കാനുള്ള മരുന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മരുന്നിന് ശേഷമാണോ ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിന് ശേഷമാണോ മരുന്ന് കഴിക്കുന്നത്? കാരണം സമ്പാദിക്കുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡംപ് ചെയ്യുക. അതിനല്ല നമുക്ക് സമ്പാദ്യം തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കണം, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ തരുന്നത് ദൈവിക ജ്ഞാനമാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പതുക്കെ കറക്റ്റാവാൻ തുടങ്ങും. കാരണം ഒരു നല്ല ഹെൽത്തിയസ്റ്റ് ബോഡിയായിട്ട് ഈ ശരീരം മാറും. രോഗം ഇതിനെ കീഴ്പ്പെടുത്തില്ല. അങ്ങനെ വരുമ്പോൾ പതുക്കെ നമ്മുടെ ആയുസ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കാരണം രോഗമുള്ള ശരീരം പെട്ടെന്ന് ക്ഷയിച്ചു പോകും. രോഗമില്ലാത്ത ശരീരം ഇങ്ങനെ അങ്ങ് നിലനിൽക്കും, വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം. അതുപോലെ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിനെ മുറുകെ സ്വീകരിച്ച് അങ്ങനെ ഓരോ ദിവസവും സ്വീകരിച്ച് വരുമ്പോൾ ഈ ശരീരം വിശുദ്ധീകരിക്കപ്പെടുക. കാരണം നമ്മുടെ ദുർബലമായ പാപം നിറഞ്ഞ അശുദ്ധി നിറഞ്ഞ ഈ ശരീരത്തെ മഹത്വമേറിയ മരണമില്ലാത്ത ക്രിസ്തുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുത്തും. അത് പരിശുദ്ധ കുർബാനയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രൈമറി നീഡായ ഈ ആഹാരം എന്താണ് നമ്മൾ കഴിക്കുന്നത്, നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് തിരിച്ചറിവ് കിട്ടത്തുള്ളൂ, എനിക്ക് എന്തൊക്കെയാണ് നല്ലതെന്ന്. ഇതുപോലെ തന്നെ ഇനി അടുത്തത് വസ്ത്രം. ഞാൻ എങ്ങനത്തെ വസ്ത്രം ധരിക്കണം? നല്ല ഡീസൻ്റായിട്ട് നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. ഇറ്റ് ഇസ് അവർ പ്രൈമറി നീഡ്. അല്ലാതെ ഒരു ഫാഷൻ ഷോയ്ക്കോ എന്തെങ്കിലും പ്രദർശിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഇതെൻ്റെ പ്രൈമറി നീഡാണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഇനി പാർപ്പിടം, നമ്മുടെ വാസസ്ഥലം അതെങ്ങനെ ആയിരിക്കണം? എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ്, പിള്ളേർ, ഞങ്ങളെല്ലാവരും ഒരു മിനിമലിസ്റ്റ് ലിവിങ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ അധികം സാധനങ്ങളൊന്നുമില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ വീട്ടിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ്. സ്വസ്ഥമായിട്ട് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം, സ്വസ്ഥമായിട്ടിരുന്ന് വർത്തമാനം പറയാം. ഒരു പൊടിയോ ചെളിയോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ആ വാസസ്ഥലം നമ്മൾ നന്നായിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആക്കുക. എല്ലാ ആഴ്ചയും തുടയ്ക്കുക, വൃത്തിയാക്കുക. ടോയ്ലറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ബെഡ്ഷീറ്റൊക്കെ മാറുക, ഡ്രസ്സൊക്കെ അലക്കുക, നനയ്ക്കുക, ഡെയിലി 2 നേരം കുളിക്കുക. ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇതാണ്, ഒരു വൃത്തിയും മെനയില്ല. നമ്മുടെയൊക്കെ ഓഫീസിൽ ചിലരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ചില സ്റ്റാഫിനെയൊക്കെ കുറിച്ച് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊരു വ്യക്തിപരമായ കാര്യമാണ്, അതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ ഒരു ബനിയനിട്ട് വരും, നേരെ വന്നൊരു യൂണിഫോം ഷർട്ട് അതിൻ്റെ പുറത്തിട്ടിട്ട് നേരെ വരും. അതിന് ബനിയനും മാറത്തില്ല, ഷർട്ടും മാറത്തില്ല. ഇനി വെള്ളിയാഴ്ച വരെ അതേ ബനിയനിട്ട് പോകും. എന്നിട്ട് കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. എന്നിട്ട് ദേഹം മൊത്തം ചൊറിയും, പൊട്ടലും മാന്തലും. ഹൊറിബിൾ. ഇനി ചിലരിങ്ങനെ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കത്തുള്ളൂ. കുഞ്ഞു പ്രായം തൊട്ട് അങ്ങനെ ശീലിപ്പിച്ചെടുക്കും. ചൂടുവെള്ളം ഇല്ലാതെ കുളിക്കത്തേയില്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ചൂടുവെള്ളം ഇല്ല, കുളിക്കത്തില്ല. ഇനി 10 ദിവസം ചൂടുവെള്ളം കിട്ടിയില്ലെങ്കിൽ കുളിക്കില്ല. അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. പല്ല് തേക്കത്തില്ല. ഡെയിലി 2 നേരമെങ്കിലും പല്ല് തേക്കണം. നഖം വെട്ടത്തില്ല. ഞായറാഴ്ച ഒന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നഖം വെട്ടും, ക്ലീനാക്കും. കാരണം ഇതുകൊണ്ടാണല്ലോ വാരി കഴിക്കുന്നത്.
അങ്ങനെ ഇതെല്ലാം ഒരു വിസ്റ്റമാണ്. ഒരു ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ജ്ഞാനം നമ്മളെ നയിക്കണം. അല്ല ഇന്നടത്ത് പോകണ്ട, ഇന്നത് കാണണ്ട, അതും ജ്ഞാനമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു 10 കാഴ്ച ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, എനിക്ക് വേണേൽ 10ഉം കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലത് കാണണം, ചിലത് കാണണ്ട എന്നെ ഡിസൈഡ് ചെയ്യിപ്പിക്കുന്ന ജ്ഞാനമാണ്. ഈ ജ്ഞാനം നിറയുന്നത് മിക്കവാറും വീട്ടിൽ നിന്നാണ്. കർത്താവ് ഒരു സൈക്കിളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി. അതിനകത്ത് 2ാമത്തെ സൈക്കിൾ, അതായത് ഒരു 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ വിസ്റ്റം ടൈമാണെന്നാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളിങ്ങനെ സംശയങ്ങൾ ചോദിക്കും, ഇതെന്താണ്, അതെന്താണ്, എങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ പൂവെന്താ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്, ആൾത്താരെല്ലാം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അച്ഛനെന്താ ഇങ്ങനെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ജപമാല ഇടേണ്ടത്, ഈച്ച് ആൻഡ് എവറിത്തിങ് ഈ കുഞ്ഞുങ്ങൾ സംശയിക്കും. എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ സംശയം ചോദിക്കും. അത് ചോദിക്കുന്ന പ്രായം ഈ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ. അത് വിസ്റ്റം ടൈമാണെന്നാണ് പറയുന്നത്. വിസ്റ്റം നിറയുന്ന പ്രായമാണ്. ഈ പ്രായത്തിൽ അപ്പനും അമ്മയ്ക്കും നല്ല ബോധവും നല്ല വിവരവും നല്ല വിസ്റ്റം ഉണ്ടാവണം ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ സംശയം പറഞ്ഞ് നന്നായിട്ട് തന്നെ കൊടുത്ത് ഇത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് വേർതിരിച്ച് അറിയാനുള്ള ഒരു ജ്ഞാനം കുഞ്ഞുങ്ങളിലേക്ക് നിറയാൻ മാതാപിതാക്കൾ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ അവരൊരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയിലേക്ക് അവർ വന്ന് 12 വയസ്സ് തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ അവർ സ്വയമേ തീരുമാനം എടുക്കുന്ന പ്രായം. അതുകൊണ്ടാണ് 12 വയസ്സിൽ യേശു ക്രിസ്തുവിനെ കാണാതെ പോയത്. ഇത് 11 വയസ്സിലും പോയില്ല, 13 വയസ്സിലും പോയില്ല, 12 വയസ്സിലാണ് പോയത്. കാരണം 12 വയസ്സ് തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. പിള്ളേരെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം അതുങ്ങൾ ഡിസൈഡ് ചെയ്യും എന്ത് കഴിക്കണം, എന്ത് കൊടുക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പഠിക്കണം, ആരുമായിട്ട് കൂട്ടുകൂടണം, ഇതൊക്കെ അതുങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ പേരൻസിന് യാതൊരു റോളും ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വിസ്റ്റം പറഞ്ഞു കൊടുക്കുക. ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ ഒരു നല്ല ഒരു വിസ്റ്റത്തിനുടമയായിട്ട്, ഒരു ജ്ഞാനത്തിനുടമയായിട്ട് നമുക്കിങ്ങനെ കുഞ്ഞുങ്ങളെ മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂടും. ഇനി നമ്മുടെ ഉള്ളിലും ഇതുപോലെ ജ്ഞാനം നിറയപ്പെടാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങളും പെരുകും. യുവർ ഡേയ്സ് വിൽ ബി ആഡഡ് മെനി ആൻഡ് യുവർ ഇയേഴ്സ് വിൽ ബി ആഡഡ്. നിൻ്റെ വർഷങ്ങൾ, നിൻ്റെ സംവത്സരങ്ങൾ ആട്ടിയപ്പെടും. ആയുസ്സിൻ്റെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം ഈ ഒരു സ്വർഗം തുറക്കപ്പെടട്ടെ, ജ്ഞാനം നിറയട്ടെ. പരിശുദ്ധ അമ്മയൊക്കെ ജ്ഞാനത്തിൻ്റെ പര്യായമായിട്ടാണ് സഭാ പിതാക്കന്മാരൊക്കെ നമുക്ക് അവതരിപ്പിച്ച് തരുന്നത്, ജ്ഞാനത്തിൻ്റെ പര്യായമായിട്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ജ്ഞാനം നിറയട്ടെ, നമ്മുടെ ചിന്തയിൽ ജ്ഞാനം നിറയട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ നോട്ടത്തിൽ ജ്ഞാനം നിറയട്ടെ. ഞാൻ നോക്കിക്കാണുന്നത് നന്മയാണോ തിന്മയാണോ എന്നുള്ള തിരിച്ചറിവ് എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ കാഴ്ചയ്ക്ക് ലഭിക്കട്ടെ. എൻ്റെ നോട്ടത്തിലേക്ക് ജ്ഞാനം നിറയട്ടെ. എൻ്റെ കേൾവിയിലേക്ക് ജ്ഞാനം നിറയട്ടെ. ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ, നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ, വേണ്ടതാണോ വേണ്ടാത്തതാണോ, ശരിയേത് തെറ്റേത്, ഞാൻ എന്ത് തീരുമാനിക്കണം, ഇതെല്ലാം നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കർത്താവേ, അത് തിരിച്ചറിയാൻ തക്കവണ്ണം എൻ്റെ കാതുകളെ നീ തുറക്കണമേ. എന്നോടൊക്കെ എൻ്റെ കമ്പനിയുടെ ഓണറൊക്കെ പണ്ട് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. നിന്നോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നീ ഒരു കണ്ണിലൂടെ വിശ്വസിക്കുമ്പോൾ 10 കണ്ണിലൂടെ സംശയത്തോടെ നോക്കാവുള്ളൂ. എന്നിട്ടേ നീ ഒരു തീരുമാനമെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റും. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരാംഗിളിലൂടെ കാണുമ്പോൾ ഒരു 10 ആംഗിളിലൂടെ സംശയത്തോടെ നോക്കി അതിനെ നന്നായിട്ട് വിശകലനം ചെയ്ത് ഒരു ജ്ഞാനത്തിൻ്റെ കൃപ അതിൽ നിറയട്ടെ. എന്നിട്ട് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുള്ളൊരു കൃപയിലേക്ക് കർത്താവെ നീ തരണമേ. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കരങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജ്ഞാനമുള്ളതാവട്ടെ. കർത്താവെ, ജ്ഞാനത്തിന് വിപരീതമായ ഒരു കാര്യവും ചെയ്യാൻ ഈ കരങ്ങളെ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ പാദങ്ങൾ കർത്താവെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് നടന്നു നീങ്ങാനായിട്ട് നീ കൃപ ചെയ്യണമേ. ഈ ശരീരത്തെ മുഴുവൻ ജ്ഞാനത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കർത്താവെ നീ കൃപ ചെയ്യണമേ. ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജ്ഞാനമുള്ളതായി മാറട്ടെ. ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ ജ്ഞാനം നിറയട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഭവനം ഒരു ജ്ഞാനത്തിൻ്റെ ഭവനമായി മാറട്ടെ. ജ്ഞാനികൾ വേണമെന്ന് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. കർത്താവെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഒരുപാട് ജ്ഞാനികളുണ്ടാവട്ടെ. സഭയെ നയിക്കാൻ ഒത്തിരി ജ്ഞാനികൾ വരട്ടെ. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ വന്നതുപോലെ അവർ ജ്ഞാനമുള്ളവരായിരുന്നു. കാരണം അവർക്കുള്ള ബുദ്ധി കൊണ്ട്
അറിവ് കൊണ്ട് അവർ ചിന്തിച്ച് ഈ ജ്ഞാനത്തെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുന്നവരായിരുന്നു. ആ ജ്ഞാനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇന്നിടത്തൊരു രക്ഷകൻ ജനിച്ചിട്ടുണ്ട്. കർത്താവെ, നിന്നെ തേടി വരുന്നത് പോലും ഒരു ജ്ഞാനമാണല്ലോ. ആ വിസ്റ്റം കിട്ടിയവരാണല്ലോ, തലയ്ക്ക് വെളിച്ചം കിട്ടിയവരാണല്ലോ. അതുപോലെ ഞങ്ങളെയും നീ ആക്കിയെടുക്കണമേ. സ്വർഗം തുറക്കണമേ. ദൈവപിതാവേ, നിൻ്റെ അനന്തമായ ശക്തി, ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് നീ അയക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ആ ജ്ഞാനം ഞങ്ങളെ നയിക്കപ്പെടട്ടെ. ജ്ഞാനത്തിൻ്റെ പര്യായമായ പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഔസേപ്പിതാവേ, നീ കൂട്ടായിരിക്കണമേ. ആമേൻ.